ശൈവ വൈഷ്ണവ മതങ്ങളുടെ കാലമായപ്പോഴേക്കും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് ചെറിയൊരു മാറ്റം സംഭവിച്ചു. അങ്ങോട്ടുള്ളതുപോലെ ഇങ്ങോട്ടും, അതായത് ദൈവത്തിന് കൊടുത്താൽ ദൈവം ഇങ്ങോട്ടും തരും എന്നുള്ള സങ്കല്പമായിരുന്നു അതുവരെയ്ക്കും ഉണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തായിരിക്കണം ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരങ്ങളുടെയും അല്ലെങ്കിൽ വഴിപാടുകളുടെയും ഒക്കെ ഉത്ഭവമെന്ന് നമുക്ക് കരുതാം. എന്നാൽ ശൈവ വൈഷ്ണവ മതങ്ങളുടെ കാലമായപ്പോഴേക്കും ആ ഒരു സങ്കല്പത്തിന് മാറ്റം വന്ന് പിന്നീട് നീയേ ശരണം അല്ലെങ്കിൽ നീയേ തുണ എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് മാറി. വൈഷ്ണവരുടെ ഭക്തി പ്രേമത്തെയും ശൈവരുടേത് ഭയത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. വൈഷ്ണവ ഗീതങ്ങളിൽ സ്നേഹം, കരുണ, അനുരാഗം എന്നീ ഭാവങ്ങളും ശൈവരിൽ അല്ലെങ്കിൽ ശിവസ്തോത്രങ്ങളിൽ താഴ്മ, വിനയം, അനുസരണ എന്നീ ഭാവങ്ങളുമാണുള്ളത്. ശൈവ വൈഷ്ണവ മതങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് എടുത്തു പറയാവുന്നത് ഈ ഒരു വിഷയമാണ്. വിഷ്ണുവിനും ശിവനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. ഭസ്മത്തിന് മുകളിൽ ചന്ദനം തൊടുന്നതും തുല്യ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്. ക്രമേണ ശൈവ വൈഷ്ണവ മതങ്ങൾ ശ്രീ ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ ഹിന്ദുമതമെന്ന മഹാസാഗരത്തിൽ ലയിക്കുകയായിരുന്നു.